ഹലോ, വൈകുന്നേരമായി. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. പകലാണെങ്കിൽ നല്ല ചൂടാട്ടോ. പാലക്കാടായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ നല്ല കാറ്റിങ്ങനെ വീശുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തലയിൽ ഇങ്ങനെ നിറച്ച മുടി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ബെഞ്ചാരാസിൻ്റെ മൈലാഞ്ചി പൊടിയില്ലേ, അതൊക്കെ വാങ്ങി തലയിൽ അങ്ങനെ വാരി പൊത്തി തേച്ചിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം ഇവിടെ ഇരുന്നിട്ട് ഈ പുറത്തേക്കുള്ള കാഴ്ച കാണാൻ നല്ല രസമാണ്. നമ്മളിവിടെ ഇരിക്കുമ്പം പുറത്തേക്ക് ഇങ്ങനെ വിശാലമായിട്ടുള്ള ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഈ പരുന്തൊക്കെയില്ലേ, പരുന്ത്, പ്രാവ്, കാക്ക അങ്ങനെയുള്ള ജീവികളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കും. ചിലപ്പോൾ ഇങ്ങനെ കൂട്ടത്തോടെ പറന്ന് വരും. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മുടെ ഈ വീട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചുറ്റുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. സൂര്യനിങ്ങനെ അസ്തമിച്ചിട്ട് ആകാശം ചുവന്ന കളറായിട്ട് നിൽക്കുന്നുണ്ടേ. അപ്പോൾ അതേ ആകാശത്ത് പരുന്ത് ഇങ്ങനെ പറക്കുന്നുണ്ട്. ഇതിൽ കാണാമോ? അതാ കുറച്ച് സൂം ചെയ്ത് നോക്കിയതാണ്. അപ്പം 4 പരുന്താണ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്, വട്ടം ഇട്ടിട്ട്. അപ്പോൾ ആകാശം കുറച്ച് വിശാലമായിട്ട് കാണാം കേട്ടോ. നമ്മൾ ഇരിക്കുന്നിടത്ത് ഇതുണ്ടാവും. അത് നമ്മളെ വീടിൻ്റെ മൂലയാണ് ഈ മേലെ കാണുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരം എന്ന് പറയണത്. പിന്നെ ഇത് കാണുന്നതൊക്കെ അപ്പുറത്ത് ചുവന്ന ആകാശം കാണില്ല, അതിൻ്റെ താഴെ കണ്ടൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലങ്ങൾ. ആ വലിയ മരങ്ങളൊക്കെ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് ഇവിടുന്ന് ചുറ്റുള്ളൊരു കാഴ്ച. ഞാൻ ബാൽക്കണിയിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഷാഡോ കുഞ്ഞ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾ പടക്കം പൊട്ടിക്കുന്നുണ്ട്. വിഷു ആവാറായില്ലേ. അപ്പോൾ നമ്മുടെ ഷാഡോ കുഞ്ഞിന് പടക്കമൊക്കെ പേടിയാണ്. അവർ ക്യാപ്പില്ല, അതാണ് പൊട്ടിക്കുന്നത്. എന്നാലും ഇവന് പേടിയാട്ടോ. സൗണ്ട് കേട്ടാൽ പേടിയാണ്. പിന്നെ ഇവിടെ വീടുകളൊക്കെ വരും. വീടുകളൊക്കെ വരുന്നവരേക്കും നമ്മുടെ ഈ സ്ഥലം നല്ല അടിപൊളിയായിരിക്കും. ഷേടോ കുഞ്ഞേ, പടക്കം പൊട്ടിച്ചു നായട്ടന്മാർ പടക്കം പൊട്ടിച്ചുന്നു. അവന് പേടിയാ. 2-3 കൊല്ലം മുന്നേ ക്രിസ്മസിന് വാങ്ങിയ സ്റ്റാറാണ് ഈ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെയിലൊക്കെ കൊണ്ട് ഇപ്പം ഇങ്ങനെ അതിൻ്റെ വയറൊക്കെ കേടായിട്ടുണ്ടാവും. എന്നാലും അവിടെ അങ്ങനെ വെച്ചിക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വൈകുന്നേരത്തെ കാഴ്ച. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കുറച്ച് മരങ്ങളൊക്കെ കാണിച്ചില്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് കാട് പോലെയാട്ടോ. അപ്പോൾ അങ്ങോട്ട് പുറകിലേക്കൊക്കെ ഒരു കാട് പോലെയാണ്. ഒലോക്കോട് ജംഗ്ഷനിലാണെങ്കിലും കുറച്ചൊരു കാടേരിയ പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. കാടല്ല, ഇവിടെ ടൗൺ തന്നെയാണ്. പക്ഷേ ഇങ്ങോട്ട് കുറച്ച് ഉള്ളോട്ട് ഈ ഒരു അവസ്ഥയാണ് സ്ഥലത്തിൻ്റെയൊക്കെ ആ അവസ്ഥ. അപ്പോൾ ഇവിടുത്തെ കാറ്റും കൊണ്ട് കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ മയിലുണ്ട് അവിടെ. ആ മയിലിൻ്റെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് മരത്തിൻ്റെ മുകളിൽ. എന്നാൽ ഞാൻ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.